ഹായ് 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 ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. എന്താണെന്നറിയോ? കണ്ണൂർ ജില്ലയിൽ ബസ് സമരമാണ്, പ്രൈവറ്റ്. അപ്പോൾ എന്നാ സംഭവം ഒന്നും അറിയില്ല. ഏതായാലും ഹൈവേ വരെ പോകും. ഒന്നും നടന്നില്ലെങ്കിൽ മടങ്ങും. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് മെനക്കെട്ടൊരു കാര്യമില്ല, നടക്കാത്ത കാര്യത്തിനല്ലേ. അപ്പം നടന്നില്ലെങ്കിൽ മടങ്ങി വരും. എനിക്കിന്ന് ഏറ്റവും നല്ലൊരു ഹാപ്പി ആയൊരു സംഭവം എന്താണെന്നറിയോ? നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ നമ്മൾ ഒറ്റപ്പാടൻ്റെ ഡ്രസ്സിന് മോക്ഷം കിട്ടി. അതും നല്ല നല്ല ഡ്രസ്സിന്. എനിക്കങ്ങനെ ഒന്നും വേണമെന്നില്ലായിരുന്നു, എന്തോ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ മുന്നേ ഭയങ്കരമായിട്ട് ഡ്രസ്സ് ചെയ്യും, അണിഞ്ഞൊരുങ്ങി അങ്ങനെ പുറത്തിറങ്ങും. അങ്ങനത്തെ എനിക്ക് പിന്നെ അങ്ങനെയില്ല. നമ്മൾ പ്രായമാകുമ്പോൾ മാറുന്നതായിരിക്കും. ഒരു ഏജെല്ലാം കഴിയുമ്പോൾ അവർ നമ്മളെ ആരെങ്കിലും നോക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്ലാമറായിട്ട് നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടി. അങ്ങനെ പിന്നെ ഇങ്ങനെ റഫായിട്ട്, അതായത് ചുരിദാർ എപ്പോൾ കണ്ടുപിടിച്ചിന് അന്ന് ഈ ഒരുക്കങ്ങളെല്ലാം തീർന്നു. അപ്പം ഇപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് വീഡിയോസ്. പക്ഷെ അങ്ങനെ സാരിയൊന്നും അങ്ങനെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഈ എവിടെ നോട്ടെ. അപ്പോൾ ഈ 2-3 മാസമായിട്ട് എന്തായി, നമുക്ക് പിന്നെ ഈ ഇത് വേണം തോന്നിയത്, ഒന്ന് ഒരുങ്ങണം എന്നൊക്കെ തോന്നുന്നു. എന്ത് ചെയ്യാ. അപ്പം അങ്ങനെ ഒരുങ്ങിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പാവാടെല്ലാം കാണുന്നുണ്ട്. പാവാടേൻ്റെ നാടയാണ്, കുഴപ്പമില്ല. അതവിടെ നോട്ട് ആരും ഇടാത്തൊന്നുമല്ലല്ലോ അല്ലേ. നമ്മളിപ്പോൾ ആരും ഇടാത്തൊന്നുമല്ലല്ലോ നമ്മളിട്ടത്. ഇനി ആരും ഇടാത്തതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ കുറച്ച് ഡ്രസ്സിനും മനസ്സിനും നല്ലൊരു മോചനം. അപ്പോൾ സുന്ദരിയായിന്ന് വിചാരിക്കുന്നു. എന്നൊരു എല്ലാം ഇന്ന് കളറല്ല, വേറൊരു സ്റ്റൈലാണ് ഇന്ന്. ഇതെല്ലാം ഒരു 8 വർഷം, 8 അതിന് മുന്നേ ഉള്ള ബ്ലൗസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഗതികളുടെ കിടപ്പ്. പിന്നെയും നാട കാണുന്നല്ലോ മുച്ചിലോട്ട് ഭഗവതി. ഇന്നങ്ങാക്കാം. അപ്പം അയ്യോ പക്ഷി കിട്ടി കിട അല്ലേ, പ്രകൃതി. അപ്പം ഇനിയിപ്പോൾ ആരും ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് നമ്മളെ ഹാപ്പിനെസ് അല്ലേ, നമ്മളെ വലുത്. അപ്പം ഇന്നിങ്ങനെ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി. അപ്പം ആടെ പോയി നിൽക്കാൻ പോയിട്ട് സഹായം കിട്ടുവാനെ വാതിൽ തുറക്കാനും അതന്വേഷിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല. എന്ന് ഉള്ളുന്ന കണ്ണാടി നോക്കയില്ല. ഇത്രയും നല്ലൊരു കണ്ണാടി, ഇത്രയും നല്ലൊരു ഫ്രണ്ട്സും എല്ലാം ഉണ്ടാകുമ്പോൾ എന്തിനാ വേറൊരു കണ്ണാടി അല്ലേ. ഇത്രയും നല്ലൊരു അഭിപ്രായം പറയാൻ സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ എന്തിനാ വേറൊരു കണ്ണാടി അല്ലേ. അങ്ങനെ നമുക്ക് യാത്രയായി. ഇപ്പോൾ നിങ്ങൾ കണ്ട് ഇത്ര സന്തോഷമൊന്നും, വലിയ സന്തോഷമൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് വർത്താനം പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നത് എപ്പം മറക്കും. എന്നിട്ട് പിന്നെ പറയും, ഓ എൻ്റെ കോലം ഇങ്ങനെ ആയതിൽ പെട്ടു, എൻ്റെ കോലം പെട്ടു എന്ന് പറയും. ഞാൻ കുറച്ച് ചെടിയെല്ലാം ഇങ്ങനെ നേരെയാക്കി വെച്ചപ്പോൾ അത് വാടാൻ പോകുന്നു. അല്ലെങ്കിൽ റഫായിട്ട്
ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പ്രശ്നം ഇപ്പം മര്യാദയ്ക്ക് നിൽക്കുമ്പോഴാണല്ലോ കുഴപ്പം. കുറച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ എവിടെ ആയിരിക്കും ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് കുഴപ്പം. കുറച്ച് വക്രബുദ്ധി, കുറച്ച് വളഞ്ഞ വഴിയെല്ലാം വേണം. ചെടിക്കെല്ലാം ഒന്ന് ചാണകമെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ വൃത്തിയാക്കി നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തെല്ലാം എടുത്ത് വെച്ചപ്പോൾ അതിന് അഹങ്കാരം, വാട്ടം. പോയി പണി നോക്കട്ടെ. നമ്മളോട് ഇങ്ങനെയാണോ അതേപോലെ നമ്മളും. ഇവിടെ ഒരു വിഷയമൊന്നുമല്ല. ഞാൻ KP മറ്റേ നാളെ പേര് KP രാജേന്ദ്രനോട് പറഞ്ഞ പോലെയാണ്, നമുക്കൊരു വിഷയമൊന്നുമല്ല. രാജേന്ദ്ര, കളി നമ്മളോട് വേണ്ട അല്ലേ? എന്തൊരു ക്ലൈമറ്റ് ഗൈസ്. എന്തൊരു അമ്മേ, ഇപ്പം ഞാൻ വീഴട്ടെ. അമ്മേ, യോ, അതൊരാൾ വണ്ടി കൊണ്ട് വന്നു. ഈ സൈഡിൽ പിടിച്ചാൽ ലൈറ്റ് കിട്ടും. ചില കാര്യത്തിൽ അനുഭവമാണ്. നമുക്കില്ലേനെ കാട്ടിയും ടെൻഷൻ നമ്മളെ കാര്യത്തിൽ മറ്റുള്ളവർക്കാണ്. നമ്മളെ കാര്യത്തിൽ മറ്റുള്ളവരെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് നമ്മളേത് കാര്യമായാലും, നമ്മളെ ഭർത്താവിൻ്റെ കാര്യമായാലും മക്കളെ കാര്യമായാലും എന്ത് പേഴ്സണൽ കാര്യമായാലും നമ്മളെക്കുറിച്ചുള്ള ടെൻഷൻ മൊത്തം നാട്ടുകാർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്ക്, ഇവർക്കല്ലാന്ന് നമ്മൾ ഓവറായിട്ട് നമ്മളെക്കുറിച്ച് വരാന്ന് ബോധഡാകുന്നു. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ചിന്തയേ ഇല്ല. എനിക്ക് എന്നെക്കുറിച്ച് അങ്ങനെ വലിയ ചിന്തകളൊന്നുമില്ല. എൻ്റെ ഹാപ്പിനെസ് ഏത് വഴിയാണോ അത് ഞാൻ കണ്ടെത്തും. എൻ്റെ ഹാപ്പിനെസ് അത് എന്ത് കാര്യത്തിലായാലും, യാത്രയിലായാലും, യൂട്യൂബായാലും, ജോലിയായാലും, എന്ത് കാര്യമായാലും ഞാനങ്ങനെ ബോധമല്ല. പിന്നെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ഞാനങ്ങനെ ഓവറായിട്ട് ചിന്തിക്കലൊന്നുമില്ല. ഭർത്താവ് എന്തായി, ഒഴിവാക്കിയോ, കൂടിയുണ്ടോ, പിന്നെ മക്കൾ ബന്ധുവില്ലേ, പേടിയാവുന്നുണ്ടാ അവിടെ നിൽക്ക്. കുറേ നായ, അപ്പോൾ കുഞ്ഞൊക്കെ പേടിയാവുന്നു. രാവിലെ ട്യൂഷന് പോകുന്ന മക്കൾ എറിയല്ലേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. യോ, പേടിക്കണ്ട. എറിയല്ലേ, എറിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പോയിക്കോ. രണ്ടാളില്ലേ, പിന്നെന്തിനാ പേടി? രാവിലെ വന്ന പ്രശ്നമാണ്. രാവിലെ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ വരണം. ഒറ്റക്ക് വരുമ്പോൾ പേടിയാവും. അയ്യോ, എന്നെ ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഓടിക്കൂടാ. പേടിച്ചൂടെ ഇങ്ങനെ നിക്ക. എന്റെ അമ്മേ, അങ്ങനെയൊന്നും ആക്കണ്ട. ഈ രാവിലെ പോന്ന ഇതുമ്പോ അതാ പ്രശ്നല്ലേ. ഇപ്പൊ നീ ഇവളെ കണ്ടുകൊണ്ടല്ലേ ഇറങ്ങിയത്? ഒറ്റക്ക് പോയിക്കൂടെ അപ്പോ? പിന്നെ ഈ രാവിലത്തെ സമയം റോഡിലായിണ്ടാവില്ല. ഈ സമയത്ത് മതിലൊന്നും കയറി ചാടിക്കൂടാ. എന്തെന്നറിയാ, സമയ
സമയം 7:30. ആ ഓടിക്കോ. ഇത് നാടൻ നായ 2 മക്കളെ പേടിച്ചു പോയി. അവരെന്നിട്ട് എന്നെ കാത്തിരുന്നു. ഒരു ദിവസം അവർ നേരെ കയറിയെന്ന്. പാവല്ലേ കുഞ്ഞുമക്കൾ. ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ആക്ഷൻ എടുക്കണം. കടിച്ചിട്ട് എന്നെ കടിച്ചു എന്നെ കൊന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണം. ഇപ്പം കുഞ്ഞാളെ എന്നെ വെയിറ്റ് ചെയ്തു. അതോ 1 അല്ല 4 എണ്ണം ഒരുമിച്ച് കയറി. ഇതാണ് അവസ്ഥ. ഒരു ബസ് പോകുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി കൈ കാണിച്ചവനിലെ അഹങ്കാരമാണ്. നോക്കി പഠിപ്പിക്കും. നമസ്കാരം. അപ്പം ഞാൻ അങ്ങനെ ഓടിപ്പോയിട്ടൊന്നും അവനെ കൈ കാണിക്കുന്നില്ല. പോയി പണിയുണ്ടോ നോക്കട്ടെ. ഒന്നിക്കൽ ഓട്ടോ കിട്ടും, അല്ലെങ്കിൽ വേറെ ബസ് കിട്ടും. ആരായാലും കയറ്റും. അങ്ങനെ നമ്മൾ വെറുതെ ഒന്നും വഴിക്കൊന്നും ആരും ആക്കൂല. എൻ്റെ നാട് എത്രയോ നല്ല ആൾക്കാരുണ്ട്, അവരൊന്നും നമ്മളെ വഴിയിലൊന്നും ഇട്ട് പോകില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ശരിക്കും നമുക്കും കൂടി മനസ്സിലാവാത്തവർ നമ്മളോട് ചിരിക്കുകയോ കൈയാണ്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ്. ഇന്ന് വേണമെങ്കിൽ കാറിലും കയറാം, ഓട്ടോയിൽ ഞാൻ അല്ലെങ്കിൽ കയറും. അത് വിഷയമൊന്നുമല്ല. കടയൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇന്ന് കരുതിക്കൂട്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. എന്തെന്ന് വെച്ചാൽ പിന്നെ ബസ്സോ ഓട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാനിങ്ങനെ വീഡിയോ കോളെന്നേ വിചാരിക്കും. വീഡിയോ എടുക്കുന്നതെന്ന് ആരും വിചാരിക്കൂല. അപ്പം ഇവളെ ലൈനാണോ രാവിലെ തന്നെ ആരെ ഇവള് വിളിക്കുന്നത്? ഭർത്താവല്ലോ ഒഴിവാക്കി പോയതാണല്ലോ, ഇവളെ ആരാ വിളിക്കുന്നത്? ഇവൾ 5 കല്യാണമെല്ലാം കഴിച്ച് 5ാമത്തത് ഒഴിവാക്കിയതാണല്ലോ. ഇത് പിന്നെ ഇവളാരാ വിളിക്കുന്നത് അല്ലേ? ഒരോട്ടം വരുന്നുണ്ട്. ആ ചേട്ടൻ എന്നോട് വല്ലതും തോന്നിയാൽ ഞാൻ രക്ഷപ്പെട്ടു. തോന്നുന്നു. ആംബുലൻസും ഉണ്ട്. ആംബുലൻസിൽ ഞാൻ കൊന്നാലും കയറില്ല. ഓട്ടോക്കാരൻ്റെ മര്യാദ ഉണ്ട്. കുറച്ച് അടുത്തേക്കാണ്. അതൊക്കെ വേണമെങ്കിൽ പറയാണ്ടും പോവാലോ അല്ലേ? എന്നാൽ ഗെയ്സ്, എല്ലാവരും വിചാരിക്കും ഒക്കെ ഭ്രാന്താന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം ഞാൻ ഇനിയൊരു ഓട്ടോ വരുമ്പോൾ കയറാം. വീഡിയോ ലെങ്തായി ആരും കാണൂല. എല്ലാവരും ഇന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ട്. എന്തോ ഒരു ലേശം കൂടിപ്പോയോ. അപ്പം ഞാൻ ഇന്ന് ഒരു വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെരി നൈസ് ഡേ എല്ലാവരോടും എൻ്റെ കട്ട ചങ്സിനോടെല്ലാം പറയുന്നു. വെരി മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.